കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ VFAക്ക് വേണ്ടിയുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെല്ലാം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം തയ്യാറാക്കിയവയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ശരിയായ പ്രസ്താവന മാത്രം പറയാം. only 1, 2, 3 അത് 3 ശരിയാണ്. സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് ടൈഫോയിഡ് രോഗികളിൽ പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ വിഭാഗത്തിൽപ്പെടുന്ന വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. മൂന്നാമത്തത്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇതാണ് ശരി. അടുത്തത്, മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6-ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ്. അതായത് 6-ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലിസബത്ത് കോൾബർട്ട് ആണ് അതിന്റെ രചയിതാവ്. അടുത്തത്, ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ് ആണ്. അടുത്തത്, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്നാണ്. കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി എന്നാണ്. ജീവനി. അടുത്തത്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ് കുറയുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15.0 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാലൂസ് നിയമമാണ് ബന്ധമില്ലാത്തത്. മാലൂസ് നിയമം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പാഡെക്സ് ആണ് സ്പേസ് ഡോക്കിംഗ് നേട്ടം. അടുത്തത്, പദാർത്ഥകണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പദാർത്ഥകണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് ഡിബ്രോളിയാണ് പദാർത്ഥകണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് എപ്പിഗ്ലോട്ടിസ് ആണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹിമോഫീലിയയാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം അതെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ശരിയായ ജോഡി കണ്ടെത്താനായിട്ടാണ് ഫൈലേറിയൽ വിര മന്ത്. ഇത് മാത്രമാണ് ശരിയായത്. അടുത്തത്, ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണെന്നാണ്. ബർണിഹാട്ട് പട്ടണം മേഘാലയയിലാണ്. മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീനിലെ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതില് ശരി തെറ്റ് ഏതാണെന്നാണ്. അതായത് 1 ശരിയാണ്, 2 തെറ്റാണ്. അതായത് മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത് ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് മൂലമാണ്. അടുത്തത്,
പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏതു ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഇത് മൂന്നും ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭമാണ്. അടുത്തത് മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന പേശി വ്യവസ്ഥയാണ്. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അതായത് മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്, ശരിയാണ്. അതുപോലെ തന്നെ മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അത് രണ്ടും ശരിയാണ്. ഇപ്പൊ പേശി, അസ്ഥി ഇത് രണ്ടും കണക്ട് ചെയ്ത് ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്കിത് കറക്റ്റ് ആണെന്ന് പറയാം. അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്താനായിട്ടാണ്. അതിൽ ഒന്ന് ശരി മൂന്നും ശരി. ഇതാണ് അതിന്റെ ആൻസർ. ഒന്ന് ശരി 3 ശരി. അതായത് സുക്രോസ്, കരിമ്പ്, മാംസ്യം, പയറുവർഗ്ഗങ്ങൾ. ബാക്കി രണ്ടും തെറ്റാണ്. സുക്രോസ്, കരിമ്പ്, മാംസ്യം, പയറുവർഗ്ഗങ്ങൾ. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണെന്നാണ്. നീല പ്രകാശമാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം. അടുത്തത് മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് പറയുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ ഡാഷ് എന്ന് പറയുന്നു. ലഭിക്കാത്തത് നമുക്കറിയാം, മിഥ്യാപ്രതിബിംബമാണ്. അടുത്തത് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? നാസ. അപ്പോൾ നമ്മൾ ഈ ബഹിരാകാശ ദൂരദർശിനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ്, ഏത് രാജ്യത്തിൻ്റെയാണെന്ന് പഠിച്ചിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനയാണ്. അടുത്തത് മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. അപ്പൊ രാസമാറ്റവും ഭൗതികമാറ്റവും നമ്മൾ പഠിക്കുക. അതും ഹോട്ട് ടോപ്പിക്സിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH 0 to 7. pH 0 to 7 ആണ്. അപ്പോൾ 7 ന്യൂട്രൽ ആണ്. 7 മുകളിലോട്ടുള്ളത് ഏതാണ്? ബേസ് ആണ്. 7 താഴത്തോട്ടുള്ളതാണ് ആസിഡ്. അടുത്തത് ഇത് അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനായിട്ടാണ്. ശരിയായ ജോഡി കണ്ടെത്താനായിട്ട് നമുക്കറിയാലോ, ആദ്യം 300 ഉണ്ടായിരുന്നു, പിന്നെ 206. ആദ്യം 300-ൽ നിന്ന് പിന്നെ 206 ആയിട്ട് മാറി. അടുത്തത്, മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ താഴെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ്. ഏതെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടത്? 1ഉം 3ഉം ഭക്ഷണ ഇനങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അതായത് നെല്ലിക്ക, മുരിങ്ങയില. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ആള് നെല്ലിക്ക, മുരിങ്ങയില തുടങ്ങിയ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അടുത്തത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനായിട്ടാണ്. ലോല പയറിന്റെ ആണ്. ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര എന്താണെന്നാണ്. ചന്ദ്രശേഖര ഏതാണ്? തെങ്ങാണ് ചന്ദ്രശേഖര. അപ്പൊ നമുക്ക് ലോല, മാലിക ഒക്കെ പയറാണ് നമുക്കറിയാം. പിന്നെ ഭാഗ്യലക്ഷ്മി ഒക്കെ 10th പ്രിലിംസിന് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഷിക വിളകളുടെ ഇനങ്ങളും ഏതിൻ്റെയൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. അടുത്തത്, ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് കണ്ടെത്തുക. കടലിലെ മഴക്കാടുകൾ ഏതാണ്? 1 മാത്രമാണ്. ഏതാണ്? പവിഴപ്പുറ്റുകൾ മാത്രമാണ് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. കടലിലെ മഴക്കാടുകൾ പവിഴപ്പുറ്റുകളാണ്. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ചത് പദ്ധതിയുടെ പേര്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. കുരുവിക്കൊരു കൂട് എന്ന പദ്ധതി
ശരിയാണ്. അടുത്തത് കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിന്റെ ഇനം ഏതാണെന്നാണ്. പാവലിന്റെ ഇനം ഏതാണ്? പ്രിയങ്ക അതൊക്കെ നമുക്കറിയാം പാവലിന്റെ ഇനങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നമുക്ക് ശരിയായ പ്രസ്താവന മാത്രം പറഞ്ഞാൽ മതി. ഓപ്ഷൻ സി ആണ്. ഡോക്ടർ സലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ബാക്കി എല്ലാം 3ഉം തെറ്റാണ്. അടുത്തിരുന്നത് തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂലകം ഏതാണെന്നാണ്? ക്രോമിയം. ക്രോമിയത്തിന്റെ കളർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ക്രോമിയത്തിന്റെ കളർ? പച്ച കളറാണ് ക്രോമിയത്തിൻ്റെത്. പ്ലൂട്ടോണിയം, പ്ലൂട്ടോ, നെപ്റ്റ്യൂണിയം, പിന്നെ നമുക്കറിയാം ഗ്രഹങ്ങളുടെ പേരുകളിൽ നിന്നും, പിന്നെ ക്യൂറിയം, അതൊക്കെ എന്താണ്? മാഡം ക്യൂറിയുടെ പേരിന്റെ നാമധേയത്തിൽ അതൊക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ പറയാം. സിങ്കിന്റെ അയിര് ഏത്? സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ് സിങ്കിന്റെ അയിര്. ഇതും നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ധാതുക്കളും അയിരുകളും ഇതും ഇമ്പോർട്ടന്റ് ആണ്. ധാതുക്കളും അയിരുകളും ഒന്ന് നോക്കി വെക്കുക. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യം ആണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തത് ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നൈട്രജൻ ആണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം കാർബൺ ഡൈ ഓക്സൈഡും ജലം, പഞ്ചസാര എല്ലാം എന്താണ്? ഒരുമിച്ചുള്ളതാണ്. അടുത്തത് ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. എന്താണ് കാരണം? എന്തായിരിക്കും കാരണം? അപവർത്തനമാണല്ലേ. ഇതും നമുക്ക് 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ്? മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മലമ്പനി പകർത്തുന്ന വാഹക ജീവി? ഏതാണ്? അനോഫിലസ് കൊതുകാണ് മലമ്പനി പകർത്തുന്ന വാഹക ജീവി. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ഡിഫ്തീരിയ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത്. 69ാമത്തത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് ശരിയായ പ്രസ്താവന മാത്രം പറഞ്ഞാൽ മതി. 1ഉം 2ഉം ശരിയാണ്. അതായത് എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തകരാറിലാകുന്നു. അതേപോലെ തന്നെ HIV ബാധിച്ച അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. കൊതുക്, ഈച്ച തുടങ്ങിയ അതിലൂടെ നമുക്ക് പകരത്തില്ല. അതാണ് തെറ്റ്. അപ്പോൾ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മാംസ്യമാണ്. അടുത്തത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനായിട്ടാണ്. വൈറ്റമിൻ സി, സ്കർവി, ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുക ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? നമുക്ക് ഇപ്പോൾ 2026 പഠിക്കാം. എന്ത് നമുക്ക് വേണ്ട. 2026 ആരോഗ്യത്തിന് ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കാം. ആരോഗ്യത്തിന് ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കാം. ഇതാണ് ആരോഗ്യത്തിന് ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കാം. അടുത്തത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഏത്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. അതായത് വർദ്ധിച്ച വിശപ്പും ദാഹവും ശരിയാണ്. കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. അടുത്തത് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ലക്ഷ്യപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ ദൗത്യം? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗീ സൗഹൃദമാക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളത് ആർദ്രം മിഷനാണ്. അടുത്തത് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശാഭവനാണ്. അത്
അവർക്കുള്ള സ്ഥാപനം. അപ്പോൾ പിന്നെ സയൻസ് നമ്മൾ ഏകദേശം എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം VFAയുടേത്. ഇനിയും ബാക്കി എല്ലാത്തിൻ്റെയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും പാർട്ട് 2 ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.